മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്നതായ ഒരു സംഭവത്തിൽ നമുക്ക് കാണാം. മരണപ്പെട്ടതായ ഒരു കബറാളിയെ ഒരിക്കൽ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. ബർസഖിയായ ജീവിതത്തിനെ സംബന്ധിച്ച് മരണാനന്തര ജീവിതത്തിലെ സംഭവ വികാസങ്ങളെ തൊട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതായ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ വുളൂ എടുക്കാതെ, അംഗസ്നാനം നടത്താതെ ഒരിക്കൽ നിസ്കരിക്കുകയുണ്ടായി. അത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കബറിങ്കൽ ഒരു ചെന്നായയെ സംവിധാനിച്ചിരിക്കുകയാണ്. ഒരു ചെന്നായയെ എൻ്റെ കബറിൽ അള്ളാഹു ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. അത് എപ്പോഴും എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അത് സദാസമയവും എന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏകാന്തമായ കബറിൻ്റെ അകത്ത് ആ ചെന്നായ അള്ളാഹു തആല വുളൂ എടുക്കാത്തതിൻ്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കൽ നിസ്കരിച്ചതിൻ്റെ, വുളൂ എടുക്കാതെ ജീവിതത്തിൽ ഒരിക്കൽ നിസ്കരിച്ചതിൻ്റെ പേരിൽ അദാബായിക്കൊണ്ട്, ശിക്ഷയാക്കിക്കൊണ്ട് അള്ളാഹു തആല എൻ്റെ കബറിങ്കൽ സംവിധാനിച്ചിരിക്കുന്നതായ, ഒരുക്കി നിർത്തിയിരിക്കുന്നതായ ചെന്നായ എപ്പോഴും സദാസമയവും അതെന്നെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അവസ്ഥ അത് കാരണമായിട്ട് വല്ലാത്ത പ്രയാസത്തിലാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ തൊട്ട് ഉദ്ധരിക്കുന്നതായ സംഭവത്തിൽ നമുക്ക് കാണാം. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നതായ ഒരു പ്രവാചക വചനത്തിൽ കാണാം, അശുദ്ധിയുള്ള ഒരാൾ അദ്ദേഹം വുളൂ എടുക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ നിസ്കാരങ്ങളൊന്നും അള്ളാഹു തആല സ്വീകരിക്കുകയില്ല. ഇമാം ബുഖാരിയും മുസ്ലിമും അവർ ഇരുവരും സംയുക്തമായിട്ട് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. മാതാപിതാക്കളെ ഒരാൾ വുളൂ ചെയ്യുന്നതിലൂടെ ഒരു വൃക്ഷത്തിൽ നിന്ന് ഇലകൾ എപ്രകാരമാണ് കൊഴിഞ്ഞു പോകുന്നത്, അതുപോലെ നാം ചെയ്തിട്ടുള്ളതായ ചെറുപാപങ്ങളൊക്കെ, ചെറുദോഷങ്ങളൊക്കെ അള്ളാഹു തആല നമ്മിൽ നിന്നും ഇല്ലായ്മ ചെയ്ത് കളയും. നമ്മിൽ നിന്ന് അവയെയൊക്കെ അള്ളാഹു തആല മായ്ച്ചു കളയുന്നതാണ്. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന മറ്റൊരു പ്രവാചക വചനത്തിൽ നമുക്ക് കാണാം, വുളൂ ഉണ്ടായിരിക്കെ വീണ്ടും ഒരാൾ വുളൂ ചെയ്താലോ 10 നന്മകൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൽ, അങ്ങനെ വുളൂ ഉണ്ടായിരിക്കെ വീണ്ടും വുളൂഇനെ പുതുക്കിയതായ മനുഷ്യനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഒരിക്കൽ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന് കണ്ണിന് ദീനം ബാധിക്കുകയുണ്ടായി. തുടർന്ന് ബഹുമാനപ്പെട്ടവർ ചികിത്സാർത്ഥം ഒരു വൈദ്യനെ സമീപിച്ചു. അദ്ദേഹം പറയുകയുണ്ടായി, താങ്കൾ നിങ്ങളുടേതായ കണ്ണുകളെ, മിഴികളെ, നയനങ്ങളെ കഴുകുവാൻ, നനയ്ക്കുവാൻ പാടില്ല. തുടർന്ന് അവിടെ നിന്ന് പിരിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ വുളൂ എടുത്ത് അംഗസ്നാനം നടത്തി 2 റക്അത്ത് നിസ്കരിച്ചു. തുടർന്ന് ബഹുമാനപ്പെട്ടവർ ഒന്ന് ചെറുതായിട്ട് മയങ്ങുകയുണ്ടായി. ആ ഉറക്കിൽ തന്നെ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ രോഗത്തിൽ നിന്നുമുള്ള പരിപൂർണമായ ശമനം ബഹുമാനപ്പെട്ടവർക്ക് ലഭിക്കുകയും ഉണ്ടായി. തുടർന്ന് ഒരു അശരീരി കേൾക്കുകയാണ്, ഓ ജുനൈദ്, താങ്കൾ എൻ്റെ പ്രീതി, എൻ്റെ പൊരുത്തം, എൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട് താങ്കളുടേതായ കണ്ണുകളെ താങ്കൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഈ ഒരു ഈമാനോടുകൂടി, മനോദാർഢ്യത്തോടുകൂടി ഒരു നരകാവകാശിയായ മനുഷ്യനാണ് എങ്കിൽ പോലും ഈ ഒരു ഈമാൻ വിശ്വാസത്തോടുകൂടി എന്നോട് എന്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ അവന് ഉത്തരം നൽകുന്നതാണ്. ബഹുമാനപ്പെട്ടവർ കേട്ടതായ അശരീരി ഈ വചനങ്ങളായിരുന്നു. രോഗിയായ ജുനൈദ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കുവാൻ വേണ്ടി ആ വൈദ്യൻ വീണ്ടും മടങ്ങി വന്നതായ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവരോട് കണ്ണിൻ്റെതായ ദീനം, പ്രയാസം, രോഗം, അസുഖം പൂർണ്ണാർത്ഥത്തിൽ ശമനം പ്രാപിച്ചത് കണ്ട് അത്ഭുതത്തോടെ, ആശ്ചര്യത്തോടെ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, ഇത് എങ്ങനെ സാധിച്ചു എന്നതിനെപ്പറ്റി ആ ഡോക്ടറായ, വൈദ്യനായ വ്യക്തി ചോദിച്ചതായ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ജുനൈദ് റളിയല്ലാഹു അൻഹു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ടവർ ആ വൈദ്യനോടായിട്ട് പറഞ്ഞത്, നിങ്ങൾ പോയതിന് ശേഷം ഞാൻ വുളൂ എടുത്ത് 2 റക്അത്ത് ഞാൻ വിശ്വസിക്കുന്ന സൃഷ്ടാവായ റബ്ബായ അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ ഞാൻ നിസ്കരിക്കുകയുണ്ടായി. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ആ വൈദ്യൻ, പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയും മാത്രമല്ല, ഈ ചികിത്സ സൃഷ്ടാവിൻ്റേതാകുന്നു, മറിച്ച് സൃഷ്ടികൾ ചികിത്സിച്ചതായ ഒരു ചികിത്സയല്ല, ഞാനായിരുന്നു യഥാർത്ഥത്തിൽ രോഗിയും താങ്കളായിരുന്നു വൈദ്യനും.
ആ ഡോക്ടറായ വൈദ്യനായ മനുഷ്യൻ ബഹുമാനപ്പെട്ടവരോട് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞ വചനങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ ഒരു സംഭവം തൻ്റെ ഇർഷാദുൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പറയപ്പെട്ടതൊക്കെ വുളൂഉമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളാണ്, മഹത്വങ്ങളാണ്. അതുകൊണ്ട് സദാസമയവും വുളൂഉ ഉള്ളവരായി നിലകൊള്ളുവാൻ നാം ഓരോരുത്തരും പ്രത്യേകം തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തുണയ്ക്കട്ടെ. ആമീൻ.